എല്ലാവർക്കും നമസ്കാരം. ഗയ്യ സീരീസ് ആണ് നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗയ്യ സീരീസിന്റെ 7ാമത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം ഇതാണ്: എന്റെ കൈകൾക്ക് അകത്ത് ഇരുന്നു കൊണ്ട് നിനക്ക് എന്നെ സംരക്ഷിക്കാനാകില്ല, ഞാനാണ് നിന്നെ രക്ഷിച്ചു പോരുന്നത്. എന്റെ കൈകൾക്ക് അകത്ത് ഇരുന്നു കൊണ്ട് നിനക്ക് എന്നെ സംരക്ഷിക്കാനാകില്ല, ഞാനാണ് നിന്നെ രക്ഷിച്ചു പോരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തൊട്ടിലിനെ പറ്റി എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കിടന്നുറങ്ങിയതാണ് തൊട്ടില് കിടന്നുറങ്ങുന്ന ഒരു കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ആ കുട്ടി ആ തൊട്ടിൽ അനുഭവിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ആ തൊട്ടിലിന്റെ തുണി ആ കുട്ടിയെ പൊതിഞ്ഞു നിന്ന് അതിനെ സംരക്ഷിക്കുന്ന ഒരു മെത്തേഡ് നമുക്ക് കാണാൻ കഴിയും. അതില് വളരെ സേഫ് ആയിട്ടാണ് കുട്ടി കിടന്നുറങ്ങുന്നത്. ആ കിടന്നുറങ്ങുന്ന കുട്ടിയെ സംബന്ധിച്ച് തൊട്ടിലിനെ പറ്റി ചിന്തിക്കുന്നില്ല. ആ കുട്ടി അവിടെ അനുഭവിക്കുന്ന സുഖം, ആ സംരക്ഷണമാണ് അവർ ഫീൽ ചെയ്യുന്നത്. തൊട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നോ, തൊട്ടില് ഏത് രൂപത്തിലാണ് അത് മെറ്റീരിയൽ അത് എങ്ങനെ ഉണ്ടായിരുന്നോ അത് ഏത് രൂപത്തിലാണ് നിലനിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത കുട്ടിയെ സംബന്ധിച്ചില്ല. പക്ഷെ കുട്ടി അവിടെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ തൊട്ടില് കുട്ടിക്ക് കൊടുക്കുന്ന സംരക്ഷണമാണ് ആ കുട്ടി ആ സമയത്ത് അനുഭവിക്കുന്നത്. അപ്പൊ തൊട്ടിൽ ആ കുട്ടിയോട് കാണിക്കുന്ന ഒരു കരുണ, അതിന് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കരുണയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ രൂപത്തിലാണ് ഗയ്യ നമ്മെ താങ്ങി നിർത്തി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ഗയ്യ നമ്മോട് കാണിക്കുന്ന ഒരു കരുണ, ആ കരുണയുടെ പുറത്താണ് നമ്മളിവിടെ അതിൽ നമ്മൾ താങ്ങി നിന്ന് പോകുന്നത്. അപ്പോ ഗയ്യയുടെ കൈകളുടെ അകത്തിരുന്നു കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഗയ്യയെ സംരക്ഷിക്കാൻ കഴിയില്ല. ആ ഗയ്യയാണ് നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാളുടെ സംരക്ഷണത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ സംരക്ഷിക്കുന്നതിന് പകരം, അതായത് ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സംരക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ അതിന് പകരം നമുക്ക് അതിനോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതിനെ അറിയുക, അതിനോട് അനുരൂപപ്പെടുക, ആ സംരക്ഷണത്തിനെ നമ്മൾ ഫീൽ ചെയ്യാം. അതാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഒരു കുട്ടി തൊട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ കുട്ടി ആ തൊട്ടിലിനോട് അനുരൂപപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ തൊട്ടിലിന്റെ തുണി വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, ഹാർഡ് തുണിയൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ആ ഗയ്യയ്ക്കും അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റിയോട് നമ്മൾ അനുരൂപപ്പെടുന്ന സമയത്ത് ആ ഗയ്യ തരുന്ന സംരക്ഷണം നമുക്ക് ആനുഭൂതികമായിട്ട് അറിയാൻ കഴിയും. അതിനു പകരം നമ്മൾ ഗയ്യയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിയുന്ന സമയത്ത് അതൊരു മേന്മാവാദം അല്ലെങ്കിൽ ഒരു അധികാര ഭാവത്തിലേക്ക് അത് പോകും. അതാണ് പ്രകൃതി സംരക്ഷണം ഒരു വിഷയങ്ങള് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ് നമ്മൾ എന്ന ബോധത്തിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പ്രകൃതിയുടെ മേലെയാണ്, ഞാനാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്ന സമയത്ത് അതൊരു അധികാര ഭാവത്തിലേക്ക് അത് ലീഡ് ചെയ്യപ്പെടും. അതിനു പകരം നമ്മൾ അവിടെ വിധേയനായ അനുരൂപപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഗയ്യ കോൺഷ്യസ്നെസ്സിനെ, ഗയ്യയുടെ ആ ഒരു പ്രതിഭാസത്തെ, ആ ഒരു കരുതലിനെ, ആ ഒരു കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വേദവാക്യമുണ്ട്,
നിങ്ങൾ ഭൂമിയിലൂടെ അഹങ്കാരത്തോടു കൂടി നടക്കരുത്. അഹങ്കാരത്തോടു കൂടി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭൂമിയെ പിളർത്താനോ പർവ്വതത്തോളം ഉയരാനോ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ അഹങ്കാരത്തെ വെടിയുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മൾ അതിന്റെ മേലെ നിന്നിട്ട് അതിനെ പിളർത്താനോ അതിന്റെ മേലെ പോയിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ധാരണ വിട്ടിട്ട് അതിനോട് വിധേയപ്പെട്ട് അതിനോട് അനുരൂപപ്പെട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഗയ്യയുടെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ആ സംരക്ഷണത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പരിധികളുണ്ട് അല്ലെ? അപ്പോ പരിധികളും പരിമിതികളും ഉണ്ട്. ഈ ഗയ്യയുടെ ഉള്ളിലാണല്ലോ നമ്മള് ആ മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത്, അത് നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് പരിധികളുണ്ട്. ഈ പരിധികൾ നമ്മൾ മനസ്സിലാക്കുക. പരിമിതികളും ഉണ്ടാവും. അപ്പോ നമ്മള് പൊതുവെ പറയല്ലോ, ഒരു പശുവിനെ നമ്മള് കയറിട്ട് മരത്തിൽ കെട്ടിയാല് പശുവിനൊരു ഒരു വട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ ഇതിന് കളിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചും ഈ ഒരു ഫ്രെയിം ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ആ ഫ്രെയിമിനെ മനസ്സിലാക്കുക, അതിനോട് അനുരൂപപ്പെടുക, അതിനെ അറിയുക, അതിനെ ആനുഭൂതികമായിട്ട് ഫീൽ ചെയ്യുക. അതാണ് നമ്മൾ അവിടെ ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവ്. അപ്പോ ദൈവം നമുക്ക് ആ രൂപത്തിൽ അതിനെ കാണാമല്ലോ. ഗയ്യ എന്നുള്ള ദൈവം, ഈശ്വര്യം എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാം. അപ്പൊ ആ ഒരു കരുണാഭാവമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സംരക്ഷണം എന്നുള്ളത്, ഒരാള് നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അയാളിലുള്ള കരുണ നമ്മളിലേക്ക് ചൊരിയുക എന്നുള്ളതാണ്. ആ ഗയ്യ കാണിക്കുന്ന കരുണാഭാവത്തിന് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോ ആ ഒരു കരുണാഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഉണ്ടാവണമെങ്കിൽ ആ ഗയ്യ തരുന്ന കരുണാഭാവം നമ്മളിൽ ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന, നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗയ്യയുടെ ആ ഒരു സംരക്ഷണം നമ്മൾ ഫീൽ ചെയ്യുക. അതിന് ഏറ്റവും വലിയ നമ്മള് മുന്നോട്ട് വെക്കുന്ന ഒളിമ്പസ് മുന്നോട്ട് വെക്കുന്ന മൂല്യം എന്ന് പറയുന്നത് അനുരൂപനമാണ്. അതിനോട് ചേർന്ന് നിൽക്കുക, അതിനെ അറിയുക. ആ സമയത്ത് നമുക്ക് ഗയ്യ നമ്മോട് കാണിക്കുന്ന ആ കരുണാഭാവത്തെ ബോധ്യപ്പെടാൻ കഴിയും. ആ കരുണാഭാവത്തെ നിരീക്ഷിക്കാനും അതിന്റെ ഉള്ളിലായിരിക്കാനും നമ്മളുടെ പരിമിതികളെയും പരിധികളെയും മനസ്സിലാക്കാനുമുള്ള തിരിച്ചറിവുകൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.